നവ്യയാണെങ്കിൽ നേരെ അബീനെ കൊണ്ടുപോകുന്നത് ഒരു പൂക്കടയുടെ മുന്നിലേക്കാണ് കേട്ടോ, പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അബീനെ പൂ വാങ്ങിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അബി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. നിനക്ക് പൂ വേണമെങ്കിൽ നീ പോയി വാങ്ങിച്ചിട്ട് വാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നവ്യയ്ക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അബി പറഞ്ഞതനുസരിച്ച് വെറുതെ വാശി കാണിക്കേണ്ട, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് പിന്നെ എന്തായാലും അബി ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നിന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത്. പിന്നീട് പൂക്കടയുടെ മുന്നിലെത്തുന്ന സമയത്ത് അബീനോടാണെങ്കിലും നവ്യ പറയാണ്, ഇങ്ങനെ മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കല്ലേ, അയ്യപ്പന്മാർ ഭാര്യമാരെ കുറച്ച് അനുസരിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ പൂക്കടത്തെ ചേച്ചി അത് കേൾക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ ചേച്ചിയും പറയും കേട്ടോ, അത് ശരിയാണ്, ഇങ്ങനെ ഭാര്യമാരെ അനുസരിക്കുന്നത് നല്ല തന്നെയാണ് എന്നിങ്ങനെ പറയും. പിന്നെ എന്തായാലും പൂവ് ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് നവ്യ തുടങ്ങുന്നുണ്ട്. ഒരു 5 മുഴം മുല്ലപ്പൂ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബിയാണെങ്കിലും എടുത്ത പടി ചോദിക്കുകയാണ് നവ്യനോട്, എന്തിനാ 5 മുഴമൊക്കെ എന്ന് ചോദിക്കും. അപ്പോൾ നവ്യാണെങ്കിലും മെല്ലെ പറയുന്നുണ്ടായിരുന്നു, കുറച്ച് തലയിൽ വെക്കാനും കുറച്ച് കഴുത്തിലിട്ട് മുറുക്കാനാണ്, എന്തേന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അബി ഇങ്ങനെ പിന്നെ പൂക്കടത്തെ ചേച്ചീനോട് പൈസ എത്രയായി എന്നൊക്കെ ചോദിക്കുമ്പോൾ 300 രൂപയായി എന്ന് പറയട്ടെ. അപ്പോൾ 300 രൂപ എത്രയാ ഒരു മുഴത്തിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ 60 രൂപയാണ് ഒരു മുഴത്തിന്. അപ്പോൾ മോൻ എന്താ കണക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കും. മോൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് ഇടയ്ക്ക് മുല്ലപ്പൂ വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ കണക്കൊന്നും പറയാറില്ല. 300 രൂപയുടെ പൂവിന് 500 രൂപ കയ്യിൽ വെച്ച് തരും എന്നൊക്കെ പറയേ. അപ്പോൾ എന്തായാലും അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചേട്ടൻ്റെ കൂലിക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് വെറുതെ പൈസ കളയാനൊന്നുമില്ല, ബാക്കി ഇതാന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് ബാക്കി തിരിച്ച് മേടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നീട് അവർ രണ്ടുപേരും കൂടെ കാറിലേക്ക് കയറുകയാണ്. അപ്പോൾ കാറിൽ കയറുന്ന സമയത്ത് നവ്യാണെങ്കിലും ആ പൂവെടുത്ത് തലയിൽ വെക്കാൻ പറയുന്നുണ്ടായിരുന്നേ. അബീനോട് തലയിൽ വെച്ച് കൊടുക്കാനാട്ടോ പറയുന്നത്. ആദ്യമൊന്നും എനിക്കതൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. ആദർശേട്ടൻ എനിക്ക് ഇങ്ങനെ തലയിൽ പൂ ചൂടി കൊടുക്കാറുണ്ടല്ലോ, അപ്പോൾ നിനക്ക് എന്താ വെച്ച് തന്നാലും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല, എനിക്കതൊന്നും അറിയില്ല എന്നൊക്കെ പറയേ. അപ്പോൾ ഇനി മുതൽ ശ്രദ്ധിച്ച് തുടങ്ങിക്കോ, എന്തായാലും പൂ വെച്ചതാന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്നോടാണെന്ന് ചോദിക്കുമ്പോൾ ഈ വണ്ടിയിൽ പിന്നെ വേറെ ആരും ഇല്ലല്ലോ, നീ തന്നെ വെച്ചോ എന്ന് പറയും. അബിയാണെങ്കിലും ഒരു ഇഷ്ടമില്ലാതെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അലക്ഷ്യമായിട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നീ വീണ്ടും മുല്ലപ്പൂ വാങ്ങിച്ച് തരേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇനി നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് വിടുമെന്ന് പറയും കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻ പോരേന്ന് നവ്യനോട് അബി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചോദ്യമാടാ, നീ മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കല്ലേ, അപ്പോൾ ഞാനിങ്ങനെ വെജിറ്റേറിയൻ തന്നെ കഴിക്കുള്ളൂ, അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു എന്നുള്ള ഇതിൽ നവ്യൻ പറയാണ്. പിന്നീട് നയനിയാണെങ്കിലും അച്ഛനെ സഹായിക്കാന്നൊക്കെ പറഞ്ഞ് വരികയാണ് കേട്ടോ. ന്യൂ ഇയറിന് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നല്ലോ, അന്ന് എന്നെക്കൊണ്ട് ഇതിലൊന്നും തൊടിയിച്ചില്ല, ഇനിയെങ്കിലും എനിക്ക് അച്ഛനെ സഹായിക്കാമല്ലോ എന്ന് പറയുമ്പോൾ കനകയും ഗോവിന്ദനൊന്നും അതൊക്കെ വേണ്ടാന്നാട്ടോ പറയുന്നത്. ഇപ്പം നല്ല റെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല, ചെറിയ ജോലിയൊക്കെ ചെയ്യാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നയന പറയുന്ന സമയത്ത്, എന്നാലും വേണ്ട, മോൻ പറഞ്ഞിരിക്കുന്നത് മോൾക്ക് നല്ല റെസ്റ്റ് തരണം എന്നാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും മോൻ വന്നല്ലോ, ഇനിയിപ്പോൾ മോനോട് ചോദിച്ചിട്ട് ചെയ്തോ എന്ന് പറയും കേട്ടോ കനകയാണെങ്കിലും. അപ്പോൾ മോനെ വാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ കയ്യിൽ ദേവയാനി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ചെക്ക് കയ്യിലുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ഇപ്പം അച്ഛനെ സഹായിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആദർശും ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു, ഞാനും അച്ഛനെ എങ്ങനെ സഹായിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്, ഞാൻ അച്ഛനോട് പലതവണ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ മതിയാക്കിയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല മോനെ എന്ന് ഗോവിന്ദൻ പറയേ. പിന്നെ ആദർശാണെങ്കിലും വന്ന കാര്യം പറയുന്നുണ്ടായിരുന്നേ, ദേവയാനി ചെക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടല്ലോ, അത് കൊടുക്കാനാണല്ലോ ആദർശ് വന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അമ്മ എൻ്റെ കയ്യിലൊരു ചെക്ക് തന്ന് വിട്ടിട്ടുണ്ട് നിനക്ക് തരാനായിട്ട് എന്ന് പറയുമ്പോൾ നയന ഇങ്ങനെ പറയുന്നുണ്ട്, ഓ മനസ്സിലായി, അമ്മേനോട് ആദർശേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ, അപ്പോൾ നയനയാണ് കരൽ കൊടുത്തതെന്ന് അറിഞ്ഞിട്ട് ചെക്ക് കൊടുത്ത് വിട്ടു എന്നാണ് കേട്ടോ നയന വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീയാണ് കരൽ തന്നതെന്ന് അമ്മ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നന്ദു പറയും, ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വീട്ടിലുള്ള മറ്റാരെങ്കിലും അറിയിച്ച് കാണും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഇവളാണ് അമ്മേനെ സഹായിച്ചതെന്ന് അമ്മയ്ക്ക് ഇതുവരെ അറിയില്ല, അമ്മയ്ക്ക് നേരിട്ട് ആ കുട്ടിക്ക് കൊടുക്കണം എന്നായിരുന്നു, അപ്പോൾ എൻ്റെ കയ്യിൽ തന്നു വിട്ടാണ്, അമ്മയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് ഇപ്പം തന്നെ അത് ആ കുട്ടീനെ കൊണ്ടുപോയി ഏൽപ്പിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയും കേട്ടോ. അല്ലാതെ ഇങ്ങനെ നീയാണ് അമ്മയ്ക്ക് കരൽ കൊടുത്തതെന്ന് അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നയന എന്തായാലും ആ ചെക്ക് വാങ്ങില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഞാനിങ്ങനെ അമ്മേനെ ഇങ്ങനെ പണം ഇങ്ങനെ പ്രതീക്ഷിച്ചൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത്, അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആ കരൽ കൊടുത്തതിൻ്റെ മൂല്യം ഇല്ലാതായി പോവും, ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വില കൽപ്പിക്കുന്നത് ഇങ്ങനെ അമ്മയുടെ സ്നേഹത്തിനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കിട്ടാൻ വലിയ പാടാണ് എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ചെക്കുകൾക്കൊക്കെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു 1000 കോടിക്ക് തുല്യമാണ് എന്ന് നയന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടാനാണ് വലിയ പാടെന്ന് ആദർശം പറയും കേട്ടോ. നയനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എന്തായാലും നയന അത് വാങ്ങിക്കില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദനോടെങ്കിലും വാങ്ങിക്കാനായിട്ട് ആദർശ് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഗോവിന്ദൻ പറയും, അത് വേണ്ട മോനെ, ഇനിയിപ്പോൾ ഈ വീട് വാടകയ്ക്കാണ് എടുത്തതെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചു തരാൻ പോവുകയാണെന്ന് മോള് പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി വാങ്ങിച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ മോൻ്റെ കയ്യിൽ തന്നെ വെച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
പിന്നെ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അത് മോൻ്റെ കയ്യിൽ തന്നെ വെച്ചോ, മോളുടെ കയ്യിലിരുന്നാലും മോൻ്റെ കയ്യിലിരുന്നാലും അത് ഒരുപോലെ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെക്കും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലല്ലോ എന്നൊക്കെ പറയും. പിന്നീട് നയന ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡിസൈനൊക്കെ വരച്ച് സഹായിച്ച കാര്യങ്ങളും അതിനൊന്നും ഇങ്ങനെ നയനയ്ക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നേ. എന്തായാലും ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഇതെല്ലാം ചെയ്തത്, എന്തായാലും ഞാനിത് വാങ്ങില്ല എന്ന് നയന ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നേ. നയനയും അച്ഛനും ഒന്നും ആ ചെക്ക് വാങ്ങില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആദർശ് പിന്നെ പറയുന്നുണ്ടായിരുന്നു, അമ്മ എൻ്റെ കയ്യിൽ ഈ ചെക്ക് ഏൽപ്പിച്ചപ്പോൾ പലരും അവിടെ കണ്ണ് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു, അവരൊക്കെ ഇങ്ങനെ എത്ര കിട്ടിയാലും മതിയാവാത്ത ആൾക്കാരാണ്. ആ സമയത്താണ് എൻ്റെ ഭാര്യയുടെ എൻ്റെ ഭാര്യ വീട്ടുകാരുടെ നന്മ അമ്മ മനസ്സിലാക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും ആദർശ് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം എന്തായാലും കനകയാണെങ്കിലും ആദർശ് അങ്ങ് പോയി കഴിയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, കടം കയറി നിൽക്കുന്ന സമയത്ത് 50 ലക്ഷം പോയിട്ട് 5 ലക്ഷത്തിന് വേണ്ടിയിട്ട് ഓടി നടന്നിരുന്നു, ഇപ്പം പണത്തിനോടുള്ള ആർത്തിയൊക്കെ പോയി എന്നിങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, അതാണ് എൻ്റെ ചേച്ചിയുടെയൊക്കെ ഭാഗ്യം, ഇതുപോലുള്ള വീട് ഈ നാട്ടിലെങ്ങും ഉണ്ടാവില്ല, അത്രയ്ക്ക് നല്ലവരാണ് ആ വീട്ടിലുള്ള പലരും, പക്ഷേ ആ വീട്ടിലുള്ളവർ തന്നെ പലരും അത് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയേ. പിന്നീട് അനാമികയാണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ജലജ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തിട്ട് കുടിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നേ. ഇടയ്ക്ക് ഇങ്ങനെ അനാമികനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതാണ് കേട്ടോ മനസ്സിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇവളെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് പിന്നെ പറയാണ്, എന്നാലും മോളെ ഒന്ന് പുറത്ത് കൊണ്ടുപോകുന്നില്ലല്ലോ, ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയും, ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ആ നന്ദുവിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണ് അനി എന്ന് പറയുമ്പോൾ, എന്ത് കണ്ടിട്ട് അവളേക്ക് ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അവൾക്കാണെങ്കിൽ ഒരു മുടി പോലും ഇല്ലല്ലോ, അവളേക്ക് ഏത് ആണുങ്ങൾ സ്നേഹിക്കാനാന്നൊക്കെ ജലജ പറയേ. മോളാണെങ്കിൽ നല്ല സുന്ദരിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനാമികയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് അങ്ങ് സുഖിച്ചു എന്നൊക്കെ ഇങ്ങനെ ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. അപ്പോൾ ആദ്യം അനി ഇവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ആദ്യം അവനെയാണ് അടിക്കേണ്ടതെന്നൊക്കെയാണ് കേട്ടോ ജലജ ചിന്തിക്കുന്നത്. എത്ര സമയമായിട്ട് പോയിട്ടെന്ന് ജലജ ചോദിക്കുകയാണ് കേട്ടോ അബിനോട്. എന്നിട്ടും നവ്യാണെങ്കിലും ഇങ്ങനെ പുറത്തുപോയി ഫുഡ് കഴിച്ച കാര്യം, സിനിമയ്ക്ക് പോയതും ഷോപ്പിംഗ് ചെയ്ത കാര്യമൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ അബി മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തു, എൻ്റെ തലയിൽ വെച്ചെന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് പറ്റിയടാ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേ. അപ്പോൾ അബിയാണെങ്കിലും എടുത്തുപടി പറയുന്നുണ്ടായിരുന്നു, മകരം കയ്യോളം ഇങ്ങനെ അങ്ങ് പോട്ടെ അമ്മയെന്ന് പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, മകരം കഴിഞ്ഞാലോ എന്ന് ചോദിക്കും. അപ്പോൾ ജലജയാണെങ്കിലും പറയും, മകരം കഴിഞ്ഞാൽ പിന്നെ കുംഭം, അത് കഴിഞ്ഞാൽ പിന്നെ മീനമാസത്തിൽ നല്ല ചൂടാണ്, ആ ചൂടിന് ആരൊക്കെ കരിഞ്ഞു പോകുമെന്ന് ഇങ്ങനെ കണ്ടറിയാമെന്ന് പറയുമ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കരിഞ്ഞു പോകാതെ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ ജലജയോട് പറയട്ടോ. അപ്പോൾ അഭിയേട്ടന് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ വീണ്ടും അനാമിക ചോദിക്കുന്ന സമയത്ത്, നീ എൻ്റെ ഭർത്താവിന് എന്താ പറ്റിയെന്ന് ചോദിക്കാതെ നിൻ്റെ ഭർത്താവിനോട് പോയിട്ട് ചോദിക്കുക, അത് നിന്നെ അനി പുറത്ത് കൊണ്ടുപോകുന്നുണ്ടോ, ഒരു സിനിമയ്ക്കേലും കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അനാമികയോടും ചോദിക്കും കേട്ടോ. അപ്പോൾ പിന്നീടാണെങ്കിലും ഇങ്ങനെ അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ അനിയനേക്കാളും കാഴ്ചയ്ക്ക് താഴെയാണ് എന്നിങ്ങനെ പറയൂട്ടോ. അപ്പോൾ പിന്നെ നീയാണോ സുന്ദരി എന്ന് അനാമിക ദേഷ്യത്തോടുകൂടി നവ്യനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള മറുപടി നീ തന്നെ പറ അബി എന്ന് പറഞ്ഞിട്ട് അബീനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും നീ നല്ല സുന്ദരിയാണല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കേട്ടല്ലോ എൻ്റെ ഭർത്താവ് എന്നെക്കുറിച്ച് പറഞ്ഞതെന്ന് അനാമികയോട് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ സൗന്ദര്യ മത്സരത്തിൽ, ജില്ലാതല സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നവ്യ പറയും, ആ മത്സരത്തിൽ നീയേ പങ്കെടുത്തു കാണുള്ളൂ, അപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയായിരിക്കും ജഡ്ജായിട്ടിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നവ്യ പിന്നെ അവിടുന്ന് ആ കവറൊക്കെ അബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. അബിയും ഇങ്ങനെ പിന്നാലെ പോവും. പിന്നീട് അനാമികയാണെങ്കിലും ജലജനോട് ദേഷ്യപ്പെടുകയാണ്, അപ്പച്ചി എന്താ ഇതൊക്കെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞ് എന്നെ കാണുന്ന സൗന്ദര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടോണ്ട് നിന്നത്, അപ്പച്ചിനല്ലേ കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞത് ഞാൻ സുന്ദരിയാണെന്നൊക്കെ, എന്നിട്ട് അത് പറഞ്ഞപ്പോൾ അവളുടെ കർണത്ത് ഒരു അടി വെച്ച് കൊടുക്കണ്ടേന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ അടിച്ചാലേ അവൾ തിരിച്ചടിക്കും, പിന്നെ നമുക്കതൊക്കെ നാണക്കേടല്ലേ, അതുകൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ കേട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, അമ്മയും കൊള്ളാം മോനും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അനാമിക ദേഷ്യത്തിൽ അവിടുന്ന് പോകും. പിന്നെ അനാമിക നേരെ അനിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അനിയനോട് പറയുന്നുണ്ടായിരുന്നു, കണ്ടോടാ നിൻ്റെ അഭിയേട്ടനെ ഇങ്ങനെ നിൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ തലയിൽ മുല്ലപ്പൂ വാങ്ങിച്ചു വെച്ചു കൊടുത്തു, 5 മുഴം മുല്ലപ്പൂവാണ് വാങ്ങിച്ച് വെച്ചു കൊടുത്തത്, പോരാത്തതിന് സിനിമയ്ക്ക് കൊണ്ടുപോയി, പുറത്തുപോയി ഫുഡ് കഴിച്ചു, നീ എന്നെ ഒന്ന് സിനിമയ്ക്കെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ, എവിടേക്കെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേ. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇപ്പോഴത്തെ സിനിമേനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, അതിലിങ്ങനെ കൂടുതലും അശ്ലീല വാക്കുകളൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സിനിമേനെ കുറിച്ചൊക്കെ കുറച്ച് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു ആണല്ലോ, നിൻ്റെ കവിതകളിലും ഇപ്പോഴും അവളാണല്ലോ, ഞാനൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിൻ്റെ പേരും അങ്ങ് എടുത്തിടുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ നിനക്ക് എന്നോട് ഒരു താല്പര്യമില്ല, നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളാണ്, ഞാനിവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെ രണ്ടാം കല്യാണമായിട്ട് ഇങ്ങനെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ദേവയാനി ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്താ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴക്കാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും, എന്താ മോനെ ഇതെന്നൊക്കെ ഇങ്ങനെ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ദേവയാനിനോടും പറയുന്നുണ്ടായിരുന്നു,
അഭിയേട്ടനാണെങ്കിലും ഇങ്ങനെ നവ്യേട്ടത്തിനെ പുറത്തേക്ക് കൊണ്ടുപോയി, അവരിങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിച്ചു, സിനിമയ്ക്ക് പോയി, ഷോപ്പിംഗ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയേ. അപ്പോൾ ഇവൻ എവിടേക്കും കൊണ്ടുപോകുന്നില്ല, ഇവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഈ ജീവിതം മടുത്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ദേഷ്യത്തോടു കൂടി പോവാണ് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിലും ദേവയാനിയുടെ വക കുറേ ഉപദേശങ്ങളാണ് കേട്ടോ. എന്താ മോനെ നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ആ കുട്ടീനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അവളേക്കാൾ കൂടുതൽ ഞാൻ കരയുന്നുണ്ട്, പക്ഷെ അതാരും കാണുന്നില്ല എന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, നിനക്ക് ഇങ്ങനെ അനാമിക മോളെ ഇത്രയ്ക്ക് ഇഷ്ടമില്ലാതായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അവള് നമ്മുടെ കുടുംബത്തിനും അന്തസ്സിനും ചേർന്നിട്ടുള്ള ഒരു മരുമകളല്ല എന്ന് പറയേ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ നമ്മുടെ അന്തസ്സിനും ഒക്കെ ചേർന്നിട്ടുള്ള ആകെ ഒരു മരുമകളെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ, അത് എൻ്റെ നയനേട്ടത്തിയാണെന്ന് പറയുമ്പോൾ, നമ്മൾ തമ്മിലുള്ള സംസാരത്തിന് നീ എന്തിനാ അവളുടെ പേര് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേ. അപ്പോൾ അവൾക്ക് എന്ത് നന്മയാടാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അനിയാണെങ്കിലും ഇങ്ങനെ നയനേനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഏട്ടത്തി ചെയ്തിട്ടുള്ള ഓരോ നന്മയും അടുക്കി പെറുക്കി വെച്ച് നോക്കിയാൽ വല്യമ്മയ്ക്ക് മനസ്സിലാവും ഏട്ടത്തി എന്തുമാത്രം നന്മയുള്ള ആളാണെന്ന്. അപ്പോൾ വല്യമ്മയ്ക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ആദർശേട്ടൻ ഇങ്ങനെ ഏട്ടത്തിനെ കല്യാണം കഴിച്ച സമയത്ത് ഇങ്ങനെ അവരിങ്ങനെ വലിയ അടുപ്പം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, വലിയ വെറുപ്പായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ആദർശേട്ടൻ ഏട്ടത്തിനെ ആരാധിച്ച് തുടങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പോൾ, അവനിപ്പോൾ ഇങ്ങനെ അവളോട് ആരാധനയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും പറയും, ഏട്ടന് മാത്രമല്ല എനിക്കും ഏട്ടത്തിനോട് ആരാധന ഉണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ ദേവയാനി പറയാണ്, ഞാനിപ്പോൾ ആദർശിൻ്റെ കയ്യിൽ ഒരു ചെക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട്, അത് ആർക്ക് കൊടുക്കാനാണെന്ന് നിനക്കറിയോ? എന്നെ സഹായിച്ചിട്ടുള്ള ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിൽ നിന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെയാണ് ആ കുട്ടി എന്നെ സഹായിച്ചത്, അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് ഇങ്ങനെ ആരാധിക്കേണ്ടതും ഇങ്ങനെ ചേർത്ത് നിർത്തേണ്ടതും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ നയനിയാണല്ലോ ദേവയാനിക്ക് കരൾ കൊടുത്തതെന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ദേവയാനി പറയുന്നതെല്ലാം നയനിയെ കുറിച്ചാണല്ലോ. അപ്പോൾ നയനിയാണ് കരൾ കൊടുത്തതെന്ന് അറിയാതെയാണ് ദേവയാനി പറയുന്നതെങ്കിലും എല്ലാം നയനിയെ കുറിച്ച് തന്നെയാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിങ്ങനെ ഒരു ചെറിയ ചിരിയോട് കൂടിയാണ് കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അതിനുശേഷം നയനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.